ഏവർക്കും ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കനാന്യ സ്ത്രീ യേശുവുമായി നടത്തിയ ലളിതമായ ഒരു സംഭാഷണമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൗത്യം ദൈവത്തിൻ്റെ ഇസ്രായേലിനോടുള്ള പുരാതന വാഗ്ദാനങ്ങളുടെയും കനാന്യ സ്ത്രീക്കും ഇടയിൽ എങ്ങനെ നിലകൊള്ളുന്നുവെന്ന് ഈ പോഡ്കാസ്റ്റിലൂടെ അന്വേഷിക്കാം. ക്രിസ്ത്യാനികൾ അല്ലാത്തവർ ഉയർത്തുന്ന ഒരു വിഷയം കൂടിയാണിത്. ഈ വിഷയത്തിന് ആധാരമായ വചനത്തിലേക്ക് പോകാം. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ 26-ാം വചനം വായിക്കാം. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല. തൻ്റെ മകളിലെ ഭൂതോപദ്രവം മാറ്റുവാൻ അന്യജാതിക്കാരിയായ കനാന്യ സ്ത്രീ യേശുവിനെ സമീപിക്കുമ്പോൾ യേശു പറയുന്ന വചനമാണ് നാം വായിച്ചത്. യേശു പറഞ്ഞ ഈ വചനമാണ് ക്രിസ്ത്യാനികളല്ലാത്തവർ ക്രിസ്ത്യാനികളെ പരിഹസിക്കുവാൻ ഉപയോഗിക്കുന്നത്. അവർ ഉന്നയിക്കുന്നത് ലോകരക്ഷകനും അനുകമ്പ നിറഞ്ഞവനുമെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന യേശു നിരാശയായ ഒരു അമ്മയെ അവഗണിച്ച് അവരെ നായയോട് ഉപമിച്ചതെന്തുകൊണ്ട്? യേശുവിൻ്റെ സംഭാഷണം നാം കേൾക്കുമ്പോൾ യേശു കനാന്യ സ്ത്രീയോട് പരുഷമായി സംസാരിക്കുന്നതായി ഒറ്റനോട്ടത്തിൽ തോന്നിപ്പോവും. യേശു ഇങ്ങനെ സംസാരിക്കുവാനിടയായതിൻ്റെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, യേശുവിൻ്റെ പ്രഥമ ദൗത്യം ഇസ്രായേൽ ജനങ്ങളുടെ വീണ്ടെടുപ്പായിരുന്നു. അവരായിരുന്നു മിശിഹായെ കാത്തിരുന്ന ജനം. മക്കളുടെ അപ്പം എന്നിവിടെ യേശു പറയുന്നത് മിശിഹായിലൂടെ അവർക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പും അനുഗ്രഹങ്ങളുമാണ്. രണ്ടാമതായി, ആവർത്തന പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഇസ്രായേലിൻ്റെ ശത്രുക്കളെന്ന് ദൈവം വിധിച്ച 7 ജാതികളിൽ ഒന്നായിരുന്നു കനാന്യർ. പാരമ്പര്യമായി ഇസ്രായേലിൻ്റെ ശത്രുക്കളായിരുന്നു ഈ കനാന്യർ. മാത്രമല്ല, നെഹെമ്യാവിൻ്റെ കാലത്ത് ബാബിലോണിൽ നിന്ന് ആലയം പുതുക്കിപ്പണിയുവാൻ യെരുശലേമിലേക്ക് വന്നപ്പോൾ എതിർത്ത് നിന്ന കൂട്ടരിൽ ഈ പുറംജാതിക്കാരുണ്ടായിരുന്നു. മൂന്നാമതായി, യഹൂദർ പരിച്ഛേദനയേൽക്കാത്ത വിജാതീയരെ നായ്ക്കൾ എന്ന് വിളിക്കുന്നത് അക്കാലത്ത് പതിവായിരുന്നു. ഇവിടെ യേശു തൻ്റെ ജനത്തിൻ്റെ പൊതുവായ സംസാരഭാഷ ഉപയോഗിച്ചുവെന്നേയുള്ളൂ. കൂടാതെ മക്കളുടെ അപ്പം തിന്നുവാനുള്ള അവളുടെ അയോഗ്യത മനസ്സിലാക്കുവാൻ വേണ്ടി കൂടിയാണ് യേശു ആ പദം ഉപയോഗിച്ചത്. ജാതികൾ ഇസ്രായേലിന് ലഭിക്കുന്ന അവകാശങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പുറത്താണെന്ന് വെളിപ്പെടുത്തുക മാത്രമാണ് യേശു ഈ പദപ്രയോഗത്തിലൂടെ അർത്ഥമാക്കിയത്. ആവർത്തന പുസ്തകത്തിലെ ഒരു വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് യഹൂദർ വിജാതീയരെ നായയോട് ഉപമിക്കുന്നതെന്ന്. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 18 വായിക്കാം. വേശ്യയുടെ കൂലിയും നായുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത്. ഇവ രണ്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. യഹൂദർക്ക് നായ നിഷിദ്ധമായ ജീവിയാണ്. അതിനാലാണ് നായയുടെ വില പോലും നേർച്ചയായി നൽകരുതെന്ന് യഹോവ കൽപ്പിച്ചത്. യേശു കനാന്യ സ്ത്രീയെ നായയെന്ന് പരാമർശിച്ചപ്പോൾ കൂടി നിന്ന ആരിലും ഒരു ഭാവഭേദമോ പ്രതിഷേധമോ രേഖപ്പെടുത്താത്തതിൻ്റെ കാരണം അതാണ്. അതിനാലാണ് സ്ത്രീക്ക് താൻ അപമാനിതയായി തോന്നാത്തത്. യേശുവിനെ കല്ലെറിയുവാൻ തക്കം നോക്കി നടന്ന യഹൂദർ ഈ സംഭാഷണം കേട്ടില്ല എന്ന് ഭാവിച്ചു. ഇനി യേശു സംസാരിച്ച വചനത്തിൻ്റെ പൂർണ്ണരൂപം വായിക്കാം. മത്തായി 15-ാം അധ്യായത്തിലെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയീർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല.
അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. മത്തായിയുടെ സുവിശേഷത്തിൽ നായ്ക്കളെ പരാമർശിക്കുവാൻ യേശു 2 വ്യത്യസ്തമായ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. മത്തായി 7:6. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. ഈ വചനത്തിൽ നിന്ദിക്കപ്പെട്ട എന്നർത്ഥമുള്ള കൈസിൻ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്ക് വേദപുസ്തകത്തിൽ ഉടനീളം നിഷേധാത്മക രൂപത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വേദപുസ്തകത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ള ചില ഭാഗങ്ങൾ നോക്കാം. വെളിപ്പാട് പുസ്തകം 22:15 വായിക്കാം. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. പശ്ചാത്തപിക്കുവാനും ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുവാൻ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. മറ്റൊരു വചനം കൂടി വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിന്റെ 2-ാം വചനം വായിക്കാം. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ. വ്യാജ സുവിശേഷം പ്രസംഗിക്കുന്ന കപട ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. അവരെ നായ്ക്കളോടാണ് പൗലോസ് ഉപമിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നായെന്ന് അർത്ഥമുള്ള കൈസിൻ എന്ന നിഷേധാത്മക അർത്ഥം വരുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ യേശു കനാന്യ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ ഈ പദമല്ല ഉപയോഗിച്ചത്. ഇവിടെ യേശു ഉപയോഗിച്ചത് കിനാരിയോസ് എന്ന പദമാണ്. ഇതിനർത്ഥം വീട്ടിൽ വളർത്തുന്ന ഒരു നായ്ക്കുട്ടി എന്നാണ്. മത്തായി 15:26 വായിക്കാം. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല. ഇവിടെ യേശു മക്കൾ എന്ന് ആരെയാണ് ഉദ്ദേശിച്ചത്? ആരാണ് യേശു പറഞ്ഞ മക്കൾ? ആവർത്തന പുസ്തകം 14:1 വായിക്കാം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കൾ ആകുന്നു. ഇസ്രായേൽ ജനതയാണ് യേശു പറഞ്ഞ യഹോവയുടെ മക്കൾ. ബുദ്ധിമതിയായ കനാന്യ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലായി. യേശു തന്നെ തന്റെ വീട്ടിലെ നായ്ക്കുട്ടിയായി അംഗീകരിച്ചു എന്നത്. താനിപ്പോൾ യജമാനന്റെ വീട്ടിലാണ്. തനിക്ക് യജമാനന്റെ വീട്ടിൽ ഒരു സ്ഥാനമുണ്ട്. അതിനാലാണ് യേശു പറഞ്ഞത്, ആദ്യം ഞാൻ മക്കൾക്ക് ഭക്ഷണം നൽകട്ടെ എന്ന്. അന്നും ഇന്നും അനേകർ സ്വന്തം മക്കൾക്ക് നൽകുന്ന അതേ വാത്സല്യവും കരുതലും അവർ വളർത്തുന്ന നായ്ക്കുട്ടികൾക്കും നൽകാറുണ്ട്. ഇവിടെ യേശു കനാന്യ സ്ത്രീയോട് നീരസപ്പെടുന്നില്ല, മറിച്ച് വാത്സല്യത്തോടെയാണ് സംസാരിക്കുന്നത്. ദൈവീക ന്യായവിധിയുടെ ദേശത്തു നിന്നും വന്ന ഇവരുടെ വിശ്വാസം യേശു പരീക്ഷിക്കുകയായിരുന്നു. യേശുവിൽ നിന്നും ലഭിച്ച ഉത്തരം നിരാശാജനകമായിരുന്നുവെങ്കിലും സ്ത്രീ നിരാശപ്പെട്ട് പിൻവാങ്ങിയില്ല. ഉൽപ്പത്തി 32-ാം അധ്യായത്തിൽ യാക്കോബ് തന്നോട് മല്ലുപിടിച്ച പുരുഷനോട് പറഞ്ഞ പോലെ, എന്നെ അനുഗ്രഹിച്ചിട്ട് പോയാൽ മതി എന്ന ഭാവത്തിലാണ് കനാന്യ സ്ത്രീ നിൽക്കുന്നത്. ആ വചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 32:26. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലിപിടിച്ചു, അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലിപിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തളം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നു അവൻ പറഞ്ഞു. സ്ത്രീയും യേശുവും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് തിരികെ വരാം. മത്തായി 15:27 നാം ഇങ്ങനെ വായിക്കുന്നു. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ഇവിടെ സ്ത്രീ തന്റെ യോഗ്യതയെക്കുറിച്ചോ മൂല്യത്തെക്കുറിച്ചോ തർക്കിച്ചില്ല. സ്ത്രീയുടെ ഈ വാക്കുകൾ യേശു അവളെ അംഗീകരിക്കുന്നതിന് കാരണമായി. മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കളുടെ അവകാശമാണെന്ന് അവർ പറയുന്നു. സമർത്ഥയായ കനാന്യ സ്ത്രീ നായ്ക്കളെക്കുറിച്ചുള്ള യേശുവിന്റെ പരാമർശം യേശുവിനെതിരായി ഉപയോഗിച്ച് അവളുടെ ആവശ്യം നേടിയെടുക്കുന്നു. മത്തായി 15:28 വായിക്കാം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. വിശ്വാസത്തിൽ സ്ഥിരത കാണിച്ച കനാന്യ സ്ത്രീയെ കർത്താവ് പ്രശംസിച്ച് അപ്പത്തിന്റെ നുറുക്ക് നൽകി അനുഗ്രഹിക്കുന്നു. ഭൂതത്തിന്റെ ഉപദ്രവത്തിൽ നിന്നും അവളുടെ മകൾക്ക് ആശ്വാസം ലഭിച്ചു.
കനാന്യ സ്ത്രീയുടെ മകൾ അകലെയായിരുന്നെങ്കിലും സൗഖ്യം പ്രാപിച്ചു. അകലം കർത്താവിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമല്ല എന്ന് ഇത് കാണിക്കുന്നു. ഇവിടെ യേശു പുറംജാതിക്കാരിയായ കനാന്യ സ്ത്രീയെ യഹൂദന്റെ അനുഗ്രഹത്തിന് കൂട്ടവകാശിയാക്കുന്നു. ഇസ്രായേലിൽ പലർക്കും നഷ്ടമായത് ഇവിടെ വിശ്വാസം കാരണം വിജാതീയ സ്ത്രീക്ക് ലഭിക്കുന്നു. എന്തുകൊണ്ട് യേശു കനാന്യ സ്ത്രീയെ ആദ്യം അനുഗ്രഹിക്കാൻ വിസമ്മതിച്ചതും വിമുഖത കാണിച്ചതും? ഇതിനുള്ള ഉത്തരം യേശു തന്നെ പറയുന്നത് നോക്കാം. മത്തായി 15:24. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ദാവീദ് പുത്രൻ എന്ന നിലയിൽ യേശുവിൻ്റെ പ്രാരംഭ ദൗത്യം യഹൂദരുടെ വീണ്ടെടുപ്പായിരുന്നു. അത് ദുർബലപ്പെടുത്തുവാൻ യേശു ആഗ്രഹിച്ചില്ല. ഇത് ദൈവത്തിൻ്റെ വീണ്ടെടുക്കൽ ക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നു. പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 16 വാക്യം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പൗലോസ് ഇവിടെ വീണ്ടെടുക്കലിൻ്റെ ക്രമം വെളിപ്പെടുത്തുന്നു. ആദ്യം യഹൂദർ, പിന്നെ ജാതികൾ. ഈ പദപ്രയോഗം യഹൂദന്റെ മുൻഗണനയെ കാണിക്കുന്നു. ഇവിടെ യേശു വിജാതീയർക്കുള്ള രക്ഷ നിഷേധിക്കുകയല്ല, മറിച്ച് തൻ്റെ ഭൗമിക ദൗത്യത്തിൻ്റെ മുൻഗണന കാണിക്കുകയായിരുന്നു. യേശു കനാന്യ സ്ത്രീയെ നായ്ക്കുട്ടിയുമായിട്ടാണ് ഉപമിച്ചത്. ഗ്രീക്ക് ഭാഷയിൽ നായ്ക്കും നായ്ക്കുട്ടിക്കും വെവ്വേറെ വാക്കുകളുണ്ടെന്ന് നാം കാണുകയുണ്ടായി. യേശു നായ്ക്കുട്ടി എന്ന പദമാണ് ഉപയോഗിച്ചതെന്ന് നാം വായിച്ചു. യേശു യഹൂദരെ ഇതേ അധ്യായത്തിൽ നഷ്ടപ്പെട്ട ആടുകളെന്നാണ് വിശേഷിപ്പിച്ചത്. മത്തായി 15:24 വായിക്കാം. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമത്തിലും യഹോവ യഹൂദരെ പരാമർശിച്ചതും ഇതേ സ്വരത്തിൽ തന്നെയായിരുന്നു. യിരെമ്യാവ് 50:6 വായിക്കാം. എന്റെ ജനം കാണാതെ പോയ ആടുകളായി തീർന്നിരിക്കുന്നു. അവരുടെ ഇടയന്മാർ അവരെ തെറ്റിച്ച് മലകളിൽ ഉഴന്നു നടക്കുമാറാക്കിയിരിക്കുന്നു. അവർ മലയിൽ നിന്ന് കുന്നിന്മേൽ പോയി തങ്ങളുടെ കിടപ്പിടം മറന്നുകളഞ്ഞു. ഇതാ, പഴയ നിയമത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളെ വീണ്ടെടുക്കുവാൻ നല്ല ഇടയൻ വന്നിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 10-ാം അധ്യായം 11 വായിക്കാം. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇതാണ് യേശു പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. യേശു പറയുന്നു, ഈ ആടുകൾ ഇപ്പോൾ തൊഴുത്തിലില്ല, അവ തെറ്റിപ്പോയി. അവയെ എനിക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നായ്ക്കുട്ടി എന്ന പദം വിജാതീയർക്ക് അനുയോജ്യമായ രൂപകമായിരിക്കാം, പക്ഷേ ഒരു ജൂതന് അത് അനുയോജ്യമായ പദമല്ല. ജൂതന് ആടുകൾ എന്ന പദമാണ് കൂടുതൽ അനുയോജ്യമാകുക. അതിനാലാണ് പഴയ പുതിയ നിയമങ്ങളിൽ അവരെ ആടുകളുമായി ഉപമിച്ചിരിക്കുന്നത്. അവർ വെറും ആടുകളല്ല, നഷ്ടപ്പെട്ടുപോയ ആടുകളാണെന്ന് ഇവിടെ യേശു പറയുന്നു. യേശു കനാന്യ സ്ത്രീയോട് പറഞ്ഞു, നീ വീട്ടിലാണ്, എന്നാൽ അവരെ എനിക്ക് നഷ്ടമായി. എനിക്കവരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. യേശു തികഞ്ഞ ഒരു ആശയവിനിമയക്കാരനാണ്. ഏത് വിഭാഗത്തിന് ഏത് പദം എപ്പോൾ ഉപയോഗിക്കേണ്ടതെന്ന് യേശുവിന് അറിയാം. ക്രിസ്തുവിൻ്റെ സുവിശേഷം നായ്ക്കൾക്കും നൽകപ്പെട്ട ദിവസമായിരുന്നു അന്ന്. ഒരിക്കൽ വിജാതീയരായിരുന്നവരെയും അവിശ്വാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് യേശു ദൈവകൃപയുടെ വ്യാപ്തി വിപുലീകരിക്കുകയായിരുന്നു ഇവിടെ. ആ കൃപയും സുവിശേഷവും ലഭിച്ച നായ്ക്കളിൽ ചിലരാണ് നമ്മളും. തന്നിൽ വിശ്വാസമർപ്പിക്കുന്ന എല്ലാവരെയും യേശു ഇവിടെ യഹൂദരുടെ അനുഗ്രഹങ്ങൾക്ക് കൂട്ടവകാശിയാക്കുന്നു.